ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നേച്ചർ മൊഡ്യൂൾ 1 ചാപ്റ്റർ 2 ആണ്. അത് ചാപ്റ്റർ 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 എക്സ്പേർട്സ് ഫ്രം പിലിഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് പറഞ്ഞൊരു പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എസ്സേയിസ്റ്റും അതേപോലെ തന്നെ പോയിറ്റും ആയിട്ടുള്ള ആനി ഡിലാഡിൻ്റെ മെമ്മോയറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണത് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. മെമ്മോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മക്കുറിപ്പ്. ഇപ്പോൾ ആനി ഡിലാഡിൻ്റെ ഒരുപാട് എസ്സേസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും നേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്നൊരു പാഠഭാഗത്തിലും നമ്മൾ ഒബ്സർവ് ചെയ്യാതെ ഒരുപാട് നേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാഠഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ ചെറിയൊരു ഷോർട്ട് സമ്മറിയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. സിഗ്നേച്ചേഴ്സിന്റെ റിവിഷൻ ബേസ് ആയിട്ടുള്ള ഓരോ വീഡിയോസും എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്യാം കേട്ടോ. പിന്നെ ആ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും സമ്മറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 മാർക്ക് പിന്നെ 5 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഈ ഒരു ടെക്സ്റ്റിന്റെ പിന്നിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, അതുപോലെ 5 മാർക്ക് അത് തന്നെ. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു റൈറ്ററിന്റെ പേര്, പോയിന്റിന്റെ പേരൊക്കെ നിങ്ങൾ എടുത്ത് എഴുതാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു പാഠത്തിന്റെ സമ്മറിയിലേക്ക് വരുമ്പോൾ, ഇൻ പിലിഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് ഡിലാഡ് ലുക്ക് അറ്റ് ദ വണ്ടേഴ്സ് ഓഫ് നേച്ചർ ആൻഡ് സെർച്ചസ് ഫോർ ഗോഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മെമ്മോറിയൽ ഉണ്ട് എന്ന്. ഇതിലെ വണ്ടേഴ്സ് ഓഫ് നേച്ചർ അല്ലേ, അതായത് പ്രകൃതിയിലെ പല അത്ഭുതങ്ങളെ കുറിച്ചും അതുപോലെ പല പ്രതിഭാസത്തെ കുറിച്ചൊക്കെ, പിന്നെ സെർച്ചസ് ഫോർ ഗോഡിനെ അന്വേഷിച്ചൊരു യാത്ര ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ദിസ് ഈസ് എ ഫൈൻ മെഡിറ്റേഷൻ ഓൺ നേച്ചർ ആൻഡ് ഇറ്റ്സ് സീസൺസ്. ഇതിലെ പ്രകൃതിയെക്കുറിച്ചും അതേപോലെ തന്നെ മാറി വരുന്ന ഓരോ സീസൺസിനെ കുറിച്ചൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷോയിങ് ദ റൈറ്റേഴ്സ് പേഴ്സണൽ എക്സ്പ്ലോറേഷൻ. അത് നമുക്കറിയാമല്ലോ, കാരണം അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു മെമ്മോയർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആനി ഡിലാഡിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ആനി ഡിലാഡ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്രീഡം ഒക്കെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആനി ഡിലാഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ നല്ലധികം ഒബ്സർവ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഒക്കെ ഈ നേച്ചറും ആയിട്ടൊക്കെ ഇണങ്ങി ജീവിക്കാൻ അതുപോലെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വലുതായപ്പോഴും അങ്ങനെ തന്നെ നേച്ചറായിട്ടൊരു അത്രയും നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആനി ഡിലാഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു തവള ഇപ്പം നിൽക്കുകയാണെങ്കിൽ തവളനെ ഇങ്ങനെ പേടിപ്പിച്ച് വെള്ളത്തേക്ക് ചാടിപ്പിക്കാനും അതിൻ്റെ ഓരോ സൗണ്ട്സും ഒക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ആ ഒരു പാറ്റേൺ ഒക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലെ നമ്മുടെ ആനി ഡിലാഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വെച്ചാൽ ആനി ഡിലാഡ് ചെറുപ്പത്തിൽ ആ ഒരു ഏജിൽ ഇവിടെ ആ ഒരു ടിങ്കർ ക്രീക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം എന്ന് വെച്ചാൽ വെർജീനിയയിലൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം മൊത്തം അവിടെ കാൽനടയായിട്ട് നടന്ന് എല്ലാ സ്ഥലവും നല്ലപോലെ നേച്ചറൊക്കെ ആയിട്ട് ഒബ്സർവ് ചെയ്ത് നടന്നു എന്നാണ്. ആ ഒരു സ്ഥലം മൊത്തം അവൾ നടന്ന് കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു ജീവിതം ഈ ഒരു ഭൂമിയിൽ ജീവിച്ച് തീർക്കുമ്പോൾ ദൈവം പല കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഒരു ആനിമൽസിനും ബേർഡ്സിനൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലത് നമ്മൾ തന്നെ അധികം അതിശയിപ്പിക്കുന്ന കുറേ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഈ ഒരു ആനിമൽസിൻ്റെ ഇൻസെക്ട്സിൻ്റെ ഒക്കെ കാര്യത്തിൽ. അതുപോലെ തന്നെ ദൈവം ഓരോ ആനി ഡിലാഡ് ഒരു ഐലൻഡിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞിരുന്നു ഈ ആനി ഡിലാഡിനെ സംബന്ധിച്ച് എന്താണ് നേച്ചറിന് ഇഷ്ടമാണ്. അതുപോലെ ഈ ഒരു ഫ്രോഗിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കാൻ പേടിപ്പിച്ച് ചാടിക്കാനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഐലൻഡിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഫ്രോഗിനെ കണ്ടു. ആ ഒരു തവള എങ്ങനെയാണ് കിടന്നിരുന്നത് എന്ന് വെച്ചാൽ പകുതി വെള്ളത്തിലും പകുതി കരയിലുമാണ്. അങ്ങനെ ഒരു പൊസിഷനിലാണ് തവള കിടന്നിരുന്നത്. അങ്ങനെയുള്ള എന്ത് ചെയ്തു, ഈ ഒരു തവളയുടെ അടുത്തേക്ക് ചെന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തവള വെള്ളത്തേക്ക് ചാടുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം. ആ ഒരു സൗണ്ട് അവൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഈ തവളേനെ കുറേ ഒച്ച സൗണ്ട് ഉണ്ടാക്കി നോക്കി. എന്നിട്ടും ഈ ഒരു തവള വെള്ളത്തിലേക്ക് ചാടുന്നില്ല. അങ്ങനെ അവൾ ഈ ഒരു തവളനെ ഒരുപാട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ സാധാ തവളകളൊക്കെ പേടിപ്പിച്ച് തന്നെ വെള്ളത്തേക്ക് ചാടാറുണ്ട്. പക്ഷേ ഈ ഒരു തവള മാത്രം ചാടുന്നില്ല. അതിങ്ങനെ ആ ഒരു പൊസിഷനിൽ അനങ്ങാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നിരീക്ഷിച്ചപ്പോൾ ഈ ഒരു തവള ജസ്റ്റ് ചെറിയൊരു തവളയാണ്. എന്നുവെച്ചാൽ അവളും ആ ഒരു തവളയും തമ്മിൽ ഡിസ്റ്റൻസ് 4 feet ആണ്. അത് നോട്ട് ചെയ്യുക. അവളും ഈ ഒരു തവളയും തമ്മിൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 4 feet ഒരു ഡിസ്റ്റൻസിലാണ് ഇവരുള്ളത്. ഈ ഒരു തവളയ്ക്കാണ് പ്രത്യേകിച്ച് ഒരു തിളക്കൂല. അതിൻ്റെ കണ്ണൊക്കെ ആകെ ഇങ്ങനെ ഒരു ചുളിഞ്ഞ പോലെ, കണ്ണിലൊന്നും തീരെ വെളിച്ചല്ല, ഒരു പ്രകാശമില്ലാത്തൊരു തവളയുടെ കണ്ണ്. അതേപോലെ തന്നെ പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവർ തവള അങ്ങനെ ചുരുങ്ങി പോകുന്ന പോലെ അങ്ങനെ
തളർന്നു പോകുന്ന പോലെയായിട്ടും കണ്ടു. അപ്പോൾ അതിനെന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ജീവിതം അവസാനിക്കുന്ന പോലെയും അവൾക്ക് തോന്നി. അതായത് ഒരു ഫുട്ബോൾ അതിൻ്റെ കാറ്റ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചുങ്ങി ചുങ്ങി വരില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി തളർന്നു വരിക. ഇതിൽ ഒരു ഫുട്ബോളായിട്ട് കമ്പയർ ചെയ്യുന്നൊരു കാര്യമില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ ഈ ഒരു തവള അങ്ങനെ ചുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു തവളയ്ക്ക് പറ്റിയെന്നുള്ളൊരു ആകാംക്ഷയിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രോഗിൻ്റെ ബാക്കിൽ ഒരു ഷെയ്ഡ്, എന്തോ ഒരു നിഴൽ കാണുന്ന പോലെ ഒക്കെ തോന്നി. ഒരു ഓവൽ ഷെയ്ഡ് അതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തോ സ്കിപ്പായി പോണ പോലെ ഒക്കെ തോന്നി. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു വാട്ടർ ബഗ്, നമ്മൾ നേരത്തെ ഒരു പിക്ചർ കാണിച്ചിരുന്നില്ലേ, ഈ വാട്ടർ ബഗ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഫ്രോഗിൻ്റെ ഉള്ള ഒരു ഫ്ലൂയിഡൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഫ്രോഗിനെ കൊല്ലുന്നത്. ആ ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്നുണ്ട് ഇതിൽ. അതായത് ഒരു വാട്ടർ ബഗ് എന്ന് പറയുന്ന ഒരു തവിട്ട് കളറുള്ള ബഗ്ഗാണ്. അപ്പോൾ ഇതിനെ പറഞ്ഞാൽ ഇതിൻ്റെ 4 legs എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളൊരു 4 legs ആണ്. അപ്പോൾ ഇവരെന്താ ചോദിച്ചാൽ ഇവർ ചെറിയ മീനുകൾ തന്നെ, അതേപോലെ തവളകൾ തന്നെ, വലിയ തവളകൾ തന്നെ ഇവർ പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഒരു എംസൈൻ്റെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഇത് ഈ ഒരു ഫ്രോഗിൻ്റെ മേത്ത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. ആ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ഫ്രോഗ്, ഈ ഒരു വിക്ടിം എന്ത് ചെയ്യും, തളർന്നു പോകും, പാരലൈസ് ആയി പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ ഇതിനൊരു ലങ്സും അതുപോലെ ഒരു ഫ്രോഗിൻ്റെ എല്ലാ ഓർഗൻസും എന്ത് ചെയ്യും, ഫ്ലൂയിഡായി മാറും. എന്നിട്ട് ഈ ഒരു ഫ്ലൂയിഡ് മൊത്തം ഈ ഒരു ബഗ് കുടിക്കും, സക്ക് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈറ്റ് ദാറ്റ് കണ്ടിന്യൂസ് ടു അമ്യൂസ് ഡിസ്ലൈറ്റ്? എന്നുവെച്ചാൽ ആനി ഡിലാഡിനെ എന്താണ് രസിപ്പിക്കുന്ന ഒരു കാഴ്ച? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. Frogs leap into the water from visible positions in panic when they notice somebody approaches in the side that continue to amuse Dillard. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ആനി ഡിലാഡിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ഫ്രോഗിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളത്തേക്ക് ചാടും. അപ്പോൾ ഒരു ചാടുന്ന സൗണ്ടൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, അത് എന്തായാലും ചോദിക്കുക ഉറപ്പാണ്. ഓക്കെ, അത് ഞാൻ എൻ്റെ പഴയൊരു ഗൈഡാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്കിട്ട് വെച്ചതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഡസ് എ ജെയിൻ വാട്ടർ ബഗ് അറ്റാക്ക് എ ഫ്രോഗ്? എങ്ങനെയാണ് ഒരു വാട്ടർ ബഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രോഗിനെ അറ്റാക്ക് ചെയ്യാന്ന്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ക്യാച്ചസ് ദ ഫ്രോഗ്, അത് ഇങ്ങനെ ഫ്രോഗിനെ ക്യാച്ച് ചെയ്യുന്നു, പിടിക്കുന്നു. ഇത് സ്ട്രോങ് ലെഗ്സ്, അതിൻ്റെ ആ ഒരു നല്ല കട്ടിയുള്ള ഒരു ബോൾഡായിട്ടുള്ള ലെഗ്സ് വെച്ചിട്ട്. ഓക്കെ, ഹൗസ് ഇറ്റ് ട്രൈഡ് ആൻഡ് പാരലൈസസ്, ആ ഒരു കാല് വെച്ചിട്ട് മുറുകെ പിടിച്ചിട്ട് അതിനെ ഒരു എൻസൈൻ കുത്തിവെക്കുന്നു. ഇഞ്ചക്റ്റഡ് ഡ്യൂറിങ് ദ ബൈറ്റ്, എന്ന് വെച്ചാൽ ആ ഒരു ബൈറ്റിലെ ആ ഒരു എൻസൈൻ ആ ഒരു ഫ്രോഗിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. ഇറ്റ് ഷൂട്ട്സ് പോയ്സൺസ് ആൻഡ് ഡിസോൾവ് ഇൻ ദ വിക്ടിംഗ് മസിൽസ്, ബോൺസ് ആൻഡ് ഓർഗൻസ്. അപ്പോൾ ഈ ഒരു എൻസൈൻ ഈ ഒരു ഫ്രോഗിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഫ്രോഗ് എന്ന് ഉദ്ദേശിക്കുന്ന വിക്ടിം, അതിപ്പോൾ ഒരു ഫിഷ് ആവാം, എന്താവാം, അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലെങ്സും മസിൽസും ഓർഗൻസും ഒക്കെ എന്ത് ചെയ്യും, ഡിസോൾവ് ആയി പോവും ഒരു പോയ്സൺ കാരണം. ഓക്കെ, ദെൻ ദ ബഗ് സക്സ് ദ ഫ്രോഗ് ബോഡി റെഡ്യൂസസ് ഇൻ ദ ജ്യൂസ്. ആ ഒരു ഫ്രോഗിൻ്റെ ബോഡി ഒരു ജ്യൂസ് പോലെ ഒരു ബഗ് കുടിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ഷ്രിങ്കിങ് ഫ്രോഗ് കമ്പയർഡ് ടു? എന്നുവെച്ചാൽ ഈ ഒരു തവള ചുരുങ്ങണത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കമ്പയർ എന്താണ്, ഫുട്ബോളായിട്ടാണ്. ദ ഷ്രിങ്കിങ് ഫ്രോഗ് ഈസ് കമ്പയർഡ് ടു ഡിഫ്ലൈൻ ഫുട്ബോൾ. എന്നുവെച്ചാൽ ഫുട്ബോൾ ചുരുങ്ങുന്ന പോലെയാണ് ഒരു ഫ്രോഗ് ചുരുങ്ങിയത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫ്രോഗ് ഇൻ അണ്ടർവെന്റ്. തവളയ്ക്ക് ഉണ്ടായ ഒരു മാറ്റം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുത്ത് എഴുതണം കേട്ടോ. അതായത് ദ ഫ്രോഗ് വാസ് ജസ്റ്റ് 4 feet അവേ ഫ്രം ദ സ്ട്രൈറ്റർ, എന്ന് വെച്ചാൽ ആനി ഡിലാഡിൻ്റെ അടുത്ത് നിന്ന് ഒരു 4 feet ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് എ സ്മോൾ ഫ്രോഗ് വിത്ത് എ ഡൾ ഐസ്. ആ ഒരു ഫ്രോഗ് എങ്ങനെയായിരുന്നു, ചെറിയൊരു ഫ്രോഗ് ആയിരുന്നു വിത്ത് ഡൾ ഐസ്, ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു കണ്ണായിരുന്നു അതിൻ്റെത്. ജസ്റ്റ് എ റൈറ്റർ ലുക്ക് അറ്റ് ഇറ്റ്, എന്ന് വെച്ചാൽ നമ്മുടെ ആനി ഡിലാഡ് നോക്കിയ സമയത്ത് സ്ലോലി ഇറ്റ് സ്റ്റാർട്ടഡ് ടു ക്രംബിൾ ആൻഡ് ബീങ് ടു സാങ്. എന്നുവെച്ചാൽ അതിങ്ങനെ അങ്ങനെ ചുരുങ്ങി വരിക, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മുങ്ങി തുടങ്ങി. ദ സ്പിരിറ്റ് വെൻ അവേ ഫ്രം ഇറ്റ്സ് ഐ, അതിൻ്റെ കണ്ണുകളിലൂടെ ഒരു ജീവൻ പോകുന്ന പോലൊക്കെ തോന്നി. ഇറ്റ് സ്കിൻ എംപ്റ്റൈഡ് ആൻഡ് ഡ്രോപ്പ്, എന്ന് വെച്ചാൽ ആ ഒരു സ്കിന്നി ക്രംബിൾഡ്, അത്രയും ആ സ്കിൻ അത്രയധികം ഡള്ളായിട്ട് ഇങ്ങനെ ചുരുങ്ങി വന്നേക്കാണ്. ഇറ്റ് സ്കൾ സീം ടു കൊളാപ്സ്. ഇറ്റ് വാസ് സ്കിന്നിങ് ബിഫോർ ദ റൈറ്റേഴ്സ് ഐസ് ആൻഡ് ഡിഫ്ലമേറ്റിംഗ് ഫുട്ബോൾ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഫുട്ബോൾ ചുരുങ്ങുന്ന പോലെ ആ ഒരു ഫ്രോഗ് ചുരുങ്ങി തുടങ്ങി, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓവൽ ഷാഡോ ഹ്യൂ ഇൻ ദ വാട്ടർ ബിഹൈൻഡ് ദ ഡ്രെയിൻ ഫ്രോഗ്. ആ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്രോഗിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ്, ആ ഒരു ബഗ് പോയി, ആ ഒരു ഷെയ്ഡ്. ഓക്കെ, ദ ഷാഡോ വാസ് ദാറ്റ് ജെയിൻ ബഗ് വാസ് സക്കിങ് ദ ഫ്രോഗ്. എന്നുവെച്ചാൽ ആ ഫ്രോഗിനെ അത്രയും ഡ്രൈ ആക്കിയത് എന്താണ്, ഒരു ബഗ്ഗാണ്. ദെൻ ദ ഷാഡോ ഗ്ലൈഡഡ് അവേ ഫ്രം ദ ഫ്രോഗ് സ്കിൻ സ്റ്റാർട്ടഡ് ടു സിങ്. അങ്ങനെ ഒരു
ബഗ് എന്ത് ചെയ്തു, ഫ്രോഗിൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അതേപോലെ തന്നെ ആ ഒരു ഫ്രോഗ് എന്ത് ചെയ്തു, മുങ്ങി തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കുക, എന്തായാലും ചോദിക്കട്ടോ. അടുത്ത കയ്യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം, അറ്റംപ്റ്റ് ഇൻ എസ്സേ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം 2-3 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അനലൈസ് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എ സ്പിരിച്വൽ എക്സ്ക്ലൂഷൻ ഓഫ് ദ വേൾഡ് നേച്ചർ. എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിൽ ആ ഒരു റൈറ്ററിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ആനി ഡിലൈഡിനെ കുറിച്ചിട്ടും പിന്നെ ഒരു നേച്ചറായിട്ട് കണക്ട് ചെയ്ത്, ചെറുപ്പം മുതലേ നമുക്കറിയാലോ ആനി ഡിലൈഡ് എന്താ നേച്ചറായിട്ട് കണക്ട് ചെയ്തെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എടുത്തെഴുതണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ്റെ മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതുപോലെ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം. യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.